നിക്കപ്പോ നിക്കടാ. ഹലോ ഗായ്സ്, ഞങ്ങൾ പോവാണ് ഒരു ട്രിപ്പ്. ഹലോ ഗായ്സ്, ഞങ്ങൾ പോവാണ് ട്രിപ്പ്. എങ്ങോട്ടാ പോണത്? ലിയയുടെ കൂടെ. ലിയന്റെ കൂടെ. ഓക്കെ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നാട് വിടാണ് ഗായ്സ്. മിക്കപ്പാ ഇതാ കൂടെ നോക്ക്. ഹായ് ഗായ്സ് പറയും. ഹായ് ഗായ്സ്. പോവാ മിക്കപ്പാ, പോവാ. ഏയ് കുറഞ്ഞെങ്കിലേ ഉള്ളു. എങ്ങനെ? പൊട്ടും പൊട്ടും. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ നൗഷാക്ക് വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്ന സമയം തൊട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നല്ലൊരു സ്ഥലമുണ്ട് ഇവിടെ, അടിപൊളിയാണ്, അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്യാം, അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ സ്ഥലത്തിന്റെ പേരാണ് ജബൽ ഹട്ട്. അങ്ങനെ കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ജബൽ ഹട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല കിടിലൻ. ഇതൊക്കെ നമ്മുടെ ബാല ഫോർട്ടിന് അടുത്തുള്ള വഴികളാണ്. പിന്നെ പോകുന്നതിനനുസരിച്ച് ഒമാനിന് ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് നമ്മൾ ട്രിപ്പ് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്. മിക്കപ്പനും ലിയമോളും എന്തൊക്കെയോ കാര്യമായിട്ട് കഴിക്കണുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ നൗഷാക്ക, ഇതാണ് ലിയ ബേബി ആൻഡ് നൗഷാക്കാന്റെ വൈഫ്. എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോവാണ്. ഇനി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ഈ പരന്ന് കിടക്കണ പോലെ ഒന്നും അല്ല, നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. നേരിട്ട് കാണുമ്പോഴേ ഒരേ പൊളി, മക്കളാണെങ്കിൽ അതിലും അടിപൊളി. ലിയ അങ്ങോട്ട് നോക്ക്. നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് പോണത് ഒടുക്കത്തെ തണുപ്പിലേക്കാണ് കേട്ടോ. ഇപ്പൊ വലിയ തണുപ്പില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. നൗഷാക്കൊക്കെ ഒരു വട്ടം അവിടെ പോയിട്ടുണ്ട്, അവരൊക്കെ പറഞ്ഞ് നല്ല തണുപ്പായിരിക്കും. നമ്മളവിടെ ക്യാമ്പ് ചെയ്യാനാണ് പോകുന്നത്. ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ടെന്റൊക്കെ ഉണ്ട്. ടെന്റൊക്കെ അടിച്ചങ്ങ് സെറ്റായിട്ട് അടിപൊളിയാക്കാനുള്ള പരിപാടിയാണ്. ഒമാനിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. പോരാത്തതിന് ക്ലൈമറ്റും കൂടെ നന്നായിരിക്കണം കേട്ടോ. ഇപ്പം നല്ല തണുപ്പാണ് ഇവിടെ. ഞങ്ങൾക്ക് വിശന്നപ്പോൾ നമ്മൾ വണ്ടി റോഡിൽ സൈഡാക്കിയിട്ട് ആ ഫുഡൊക്കെ ഇവിടെ തന്നെ കഴിക്കാൻ പോവുകയാണ്. മക്കൾക്ക് നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വിശന്ന് തല ഇറങ്ങി. നൗഷാക്ക് പിന്നെ നേരത്തെ തല ഇറക്കുണ്ടായിരുന്നു. നല്ല വിശപ്പാണെന്ന് പറയേണ്ടിരുന്ന ആള്. പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ച് നമ്മൾ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. കാരണം കുറച്ച് ദൂരം കൂടെ നമുക്ക് പോകാനുണ്ട്. ഇത് ആ കാണുന്നത് ഒരു കാരവാനാണ് കേട്ടോ. അതിനകത്ത് എന്തൊക്കെയോ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്നത് കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ വഴികളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണ്. എനിക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇവിടെ എത്തിയിട്ട് ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ്. എല്ലാം ഭംഗിയാണ്, പക്ഷേ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നല്ലൊരു ക്ലൈമറ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. ഇതാണ് നമ്മുടെ സ്പോട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ ഫോണിനകത്തേക്ക് ഉണ്ട് ആവാഹിച്ചെടുക്കും. കൂട്ടത്തിൽ നമ്മൾ പൊണ്ടാട്ടിന് പോകും കൂടി ആകുമ്പോൾ അടിപൊളി, ഒന്നും പറയാനില്ല. ചെക്കനുണ്ടല്ലോ, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഫോണിലേക്ക് കയറ്റുന്നുണ്ട്. എല്ലാവരും നടന്നിങ്ങനെ പോവുകയാണ്. ഭയങ്കര വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, അടിപൊളി പ്ലേസ് ആണ്. ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഇവിടെ വരണം. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടമായി പോകും. കണ്ടോ, നല്ല കണ്ണിന് കുളിർമയേക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പ്. മിക്കപ്പനാണെങ്കിൽ ഫുൾ സെറ്റാണ്. എന്തൊക്കെയോ അലമ്പൊക്കെ ഉണ്ടാക്കി കുറേ, പക്ഷെ കുഴപ്പമില്ല. നല്ല അനുസരണമുള്ള കുട്ടിയായതുകൊണ്ട് മിക്കപ്പൻ്റെ പാട്ടിന് പോയി. ഞങ്ങളിങ്ങനെ കറങ്ങിയൊക്കെ കുറേ വീഡിയോ എടുത്തിട്ട് തോളത്തൊക്കെ കൈയിട്ട് സെറ്റായിട്ട് നടന്നിങ്ങനെ പോയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണത്. നല്ല ഭംഗിയുള്ള, കൈ പിടിച്ചൊക്കെ നടക്കാൻ പറ്റിയ, പിന്നെ ഇവിടെ സമാധാനത്തിൽ നടക്കാം, നല്ല സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ആണെങ്കിലും നമുക്ക് നല്ലൊരു പ്ലേസ് കിടക്കണ്ടായിരുന്നു, നല്ലൊരു സ്പോട്ട് കിടക്കണ്ടായിരുന്നു. അപ്പം അവിടേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ കുറച്ച് അഡ്വഞ്ചർ എടുത്തിട്ടാണ് നടന്നത്. പക്ഷെ നല്ല വൈബ് തന്നെയായിരുന്നു, നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. നൗഷാക്കും ഫാമിലിയും ആദ്യം തന്നെ നടന്ന് അങ്ങോട്ട് പോയിരുന്നു. ഞങ്ങൾ ബാക്കിൽ പതുക്കെ ഓരോ ചൂടുവെപ്പും സൂക്ഷിച്ച് വെച്ചൊക്കെ അവിടേക്ക് ഇങ്ങനെ പോയിരുന്നു. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടുന്ന് നല്ല വ്യൂ ആണ്, പക്ഷെ താഴോട്ട് നല്ല ആഴാണ് കേട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരുന്ന സമയത്ത് 2 കൈ കൊണ്ട് തൂക്കിയെടുത്ത് എൻ്റെ തോളത്ത് വെച്ചിരുന്ന എൻ്റെ ഭാര്യേനെ ഇപ്പം ഞാൻ പൊക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ അവളെ എടുക്കണത്. ഇവിടെ കുറേ ആളുകൾ പലതരം ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരാൾ സൈക്കിൾ കൊടുത്തിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ
ഇതാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്ന സ്ഥലം. അതല്ല, ഇതിൻ്റെ ഇപ്പുറത്ത് ദാ ഇവിടെ നമ്മളിവിടെ ഒന്ന് സെറ്റാക്കി ഇവിടുത്തെ കല്ലും മുള്ളൊക്കെ സാധനങ്ങളൊക്കെ പെറുക്കി ഒഴിവാക്കി മെറ്റലൊക്കെ ഒന്ന് നിരത്തി. പൊണ്ടാട്ടിയുടെ ചിരി കണ്ടാ ഓക്കെ സെറ്റ്. ഭയങ്കര ഹാപ്പിയാണ്. ആ ചിരി കണ്ടാൽ പോരെ നമ്മൾ ഹാപ്പി ആവാൻ. ഇതാണ് നമ്മൾ ടെൻറ്റ്. കണ്ണാറക്കണ്ണന് തന്നാലായതെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ മിക്കപ്പം വലിയ ഉരുളങ്കല്ലൊക്കെ എടുത്തിട്ട് വരികയാണ് ടെൻ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. ഇനി ഞാനും എൻ്റെ പൊണ്ടാട്ടിയും കുറച്ച് ഷോ ഇടട്ടെ. എന്ത് ഭംഗിയാണല്ലേ ഞങ്ങൾ കാണാൻ. അറിയാം, ഇതാ കുറേ സ്ഥലങ്ങൾ കണ്ടോ. അപ്പുറത്തൊരു ടെൻ്റ് ഉണ്ട്, ഒരു ഫാമിലി വന്നിട്ടുണ്ട്. നൈറ്റ് ആകുമ്പോഴേക്കും ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ വരുന്നതാണ് പറയണത്. പിന്നെ അവരൊരു സമയം കഴിയുമ്പോൾ പോകും. പക്ഷേ നമ്മളിവിടെ ക്യാമ്പ് അടിച്ച് നിൽക്കാന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ബ്ലാങ്കറ്റുകളും സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തണുക്കുമല്ലോ, നല്ല തണുപ്പല്ലേ മോന്റെ. ഇതെന്ത് ജാക്കറ്റ് എന്ത് അറിയുന്നില്ല, അച്ഛൻ എടുത്തരാട്ടാ. നൗഷാക്ക് ഗ്രില്ലടിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. പിന്നെ നമ്മളിവിടെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുകയാണ്. ഇന്ന് മൊത്തം ഇവിടെ സ്റ്റേ ആണല്ലോ. ഈ ബേബിനെയും കൂടെ ടെൻറ്റിനകത്താക്കിയിട്ട് നമ്മളിത് അസ്തമയനം കാണാൻ പോവാണ്. പോവല്ല, ഇവിടെ ഇരുന്ന് കാണുകയാണ്. നാട്ടിലാകുമ്പോൾ നമ്മളെപ്പോഴും പുറത്ത് പോയിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളിവിടെ വന്നതിന് ശേഷം അങ്ങനെ പോകണമെന്നില്ലല്ലോ. അപ്പം കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ പുറത്തിറങ്ങി ഇതുപോലൊരു സ്ഥലത്ത് എത്തിപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം നന്നായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കുട്ടികൾ ഇവിടെ ടെൻറ്റിനകത്ത് അടിപൊളിയാക്കി തന്നെയാണ്. അവരവരുടേതായിട്ടുള്ള കളികളും ചിരികളൊക്കെ ആയിട്ട് അങ്ങനെ ടെൻറ്റിനകത്ത് തണുപ്പിൻ്റെ അകത്ത് നോക്കുന്ന സെറ്റായി മാറി നിൽക്കുകയാണ്. ടെൻറ്റിനടുത്ത് ചെയറൊക്കെ നിരത്തിയിട്ട് നമ്മളിവിടെ തീരാൻ പോവാ. നല്ല അടിപൊളി തീ. ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. തീയിട്ടു ഗൈസ്, നമ്മൾ തീയിട്ട് തുടങ്ങി. ഇനി ഗ്രില്ല് ചെയ്യണമെങ്കിൽ വേറെ സെറ്റ് ചെയ്യുന്നുണ്ട്. തീയിട്ടപ്പോഴേക്കും പൊണ്ടാട്ടി ചൂട് കായാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും നിപ്പ്. എന്തായാലും നല്ല സന്തോഷമായി, അടിപൊളിയായി പരിപാടികളൊക്കെ. ഇനിയിപ്പോൾ മുഷ്കാക്ക് ഗ്രില്ല് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ പോവാം. ഇപ്പുറത്ത് ലിയ ബേബി ഇരിക്കണം നോക്കിക്കോട്ടാ, എന്തൊരു ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇവർക്ക് സംഭവം തീരെ തണുപ്പ് സഹിക്കാൻ പറ്റില്ല. ഫുൾ ടൈം തീൻ്റെ അടുത്ത് തന്നെ. അവളിപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ എന്തുത്തരം കൊടുക്കാനാണ് ഭഗവാനെ. കുറേ തീ കാഞ്ഞു, കുറേ ടെൻറ്റിനകത്തിരുന്ന് നോക്കി, ഒരു രക്ഷയില്ല. തണുപ്പ് അതുപോലെ തന്നെ ഉണ്ട്. നമ്മളെന്തായാലും ഭക്ഷണം കഴിക്കണ്ടേ, സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടേ. അപ്പം അതിൻ്റെ പരിപാടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മേലെ നോക്കി കഴിഞ്ഞതായി താഴെ കിടക്കുന്ന ലൈറ്റ് മൊത്തം നമുക്ക് കാണാം. അത്രയും ഈ കാണുന്ന പോലെ നല്ല കേട്ടോ, നല്ല തിളക്കായിരുന്നു. സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വരണേ ഉള്ളൂ. ഇപ്പോൾ അതാ ഗ്രില്ല് ചെയ്യാണ്. ഇതാണ് മുഷ്കാക്ക്. നമ്മൾ ഈ മുഷ്കാക്കാണ് കടിച്ചു മുറിച്ച് തിന്നാൻ പോണത്. പിന്നെ ചിക്കൻ വേറെ ഇരിക്കേണ്ട മസാല വെച്ചത്. മിക്കപ്പനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. പൊണ്ടാട്ടിയുടെ മുഖം കാണണം ഇത് തിന്നുമ്പോൾ. ആഹാ ഐശ്വര്യം, ഏതാ ലെവല്. ഇത് ലിയ ബേബിയുടെ ഒരു ഇരിപ്പ് നോക്കിയേ. ആ വേറൊരു ഇരിപ്പ്. ഇതെന്താണിത്? എന്തായാലും രാത്രി നല്ല പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചാണ് ഞങ്ങളിവിടെ നിന്നത്. അത് പറഞ്ഞപ്പോഴാണ് നൗഷാക്കയുടെയും വൈഫിൻ്റെയും നല്ല കിടിലെ മാപ്പിള പാട്ട് കേൾക്കുന്നത്. ഈ അടിപൊളി പാട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് വേഗം അത് കഴിച്ചിട്ട് നമ്മളിവിടുന്ന് പോവുകയാണ് ഗൈസ്. കാരണം ഈ തണുപ്പ് സഹിച്ചിട്ട് ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ അലമ്പായി തുടങ്ങി. കൊണ്ടാട്ടിയാണെങ്കിൽ കണ്ടോ തണുത്ത് ഭ്രാന്തായി പോയി. ടൈറ്റാനിക്കിലെ റോസാണെന്ന് വിചാരം, പക്ഷേ എനിക്കെൻ്റെ റോസാണ്, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ജീവനം കൊണ്ട് ഓടുകയാണ് സുഹൃത്തുക്കളെ. കാരണം വയ്യ, തണുത്ത് വട്ടായി. ഇനിയും പിടിച്ചിരിക്കാൻ പറ്റില്ല. ടെൻ്റൊക്കെ നനഞ്ഞ് ആകെ സീനായി. നമ്മുടെ മേലൊക്കെ തണുപ്പ് കെട്ടിയിട്ട് ഒരു രക്ഷയില്ലാണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ തിരിച്ചു പോവുകയാണ്. വേറെ വഴിയില്ല, ഇവിടെ നിൽക്കണം, അടിപൊളിയാക്കണം എന്നായിരുന്നു വിചാരിച്ച്. പക്ഷേ ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കാര്യം കൂടെ നോക്കണ്ടെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് വണ്ടി തിരിച്ചു എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് ഇതാ തിരിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു ട്രിപ്പിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്.